ഹലോ. ദേവു ധ്രുവൻ്റെ മുഖത്തിന് നേരെ കൈയൊന്ന് വീശി കാണിച്ചു. ഏ? ധ്രുവ് ഓർമ്മയിൽ നിന്നും ഞെട്ടി. ദേവുവിൻ്റെ മുഖത്തേക്ക് അവൻ നോക്കി. അവൾ അവനെ ഒന്ന് നോക്കി. ധ്രുവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് ദേവു ഞെട്ടി. ഏ, എന്തു പറ്റി? ദേവു പെട്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല. ധ്രുവ് ദേവുവിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ടെൽ മീ വാട്ട് ഹാപ്പൻ. ദേവു ധ്രുവൻ്റെ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഡോണ്ട് യു സേ ഇറ്റ് വാണ്ട് നത്തിങ്. ഹു ആർ യു ടു ഇൻ്റർഫിയർ ഇൻ മൈ അഫെയേഴ്സ്? ഗെറ്റ് ഔട്ട് ഇൻ മൈ ഫ്രണ്ട്. ധ്രുവ് അലറി. ദേവു ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും കാരണം അറിയാതെ അവിടെ നിന്നും പോവാൻ ദേവു കൂട്ടാക്കിയില്ല. അവൾ തിരിഞ്ഞു നിന്ന ധ്രുവൻ്റെ മുന്നിലേക്ക് കയറിയിട്ട് നിന്നു. അവൻ അവളെ നോക്കി. അടുത്ത നിമിഷം പെരുവിരൽ കുത്തി ഉയർന്നുകൊണ്ട് ദേവു ധ്രുവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കഴുത്തിൽ മുഖം വെച്ച് നിന്നു. ധ്രുവ് ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അവൻ അവളെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. ദേവുവിൻ്റെ കഴുത്തിൽ മുഖം വെച്ചു. അവൻ്റെ പ്രിയപ്പെട്ട ഗന്ധം, ചന്ദനത്തിൻ്റെ ഗന്ധം. ധ്രുവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു. എന്ത് പറ്റി ശിവേട്ടാ? ദേവു അവനോട് മെല്ലെ ചോദിച്ചു. അമ്മയെ ഓർമ്മ വന്നു. ഇപ്പോൾ നീ പറഞ്ഞ ഈ കാര്യങ്ങൾ പോലെ അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ എന്തോ പോലെയായിപ്പോയി. അല്ലെങ്കിലും അമ്മയെപ്പോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല അല്ലേ അഞ്ജു? ദേവുവിൻ്റെ കഴുത്തിലേക്ക് മുഖം ഒന്നുകൂടി അമർത്തി വെച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു. സ്നേഹം കൊണ്ട് ആരും ആർക്കും പകരമാവില്ലല്ലോ ശിവേട്ട. ഒരാൾ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാൾ അതുപോലെ നമ്മളെ സ്നേഹിക്കണമെന്നില്ലല്ലോ. എന്നാൽ ചില സ്നേഹങ്ങളുണ്ട്, ജീവൻ വരെ ജീവിതം വരെ ചിലർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇഷ്ടം. അതാരും മനസ്സിലാക്കുന്നതുമില്ല. ദേവു പറഞ്ഞു. ധ്രുവ് മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ ദേവുവിൻ്റെ ചെവിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസത്തോടെ അകന്നു മാറി. താങ്ക് യു, ധ്രുവ് പറഞ്ഞു. വെൽക്കം, ദേവു പറഞ്ഞു. ദേവു ഇങ്ങു വന്നേ, ഒരു കാര്യമുണ്ട്, വേഗം വാ. ഹാളിൽ നിന്നും സ്റ്റാലിൻ വിളിച്ചു പറഞ്ഞു. അതോടെ രണ്ടുപേരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ദേ വന്നു എന്ന് പറഞ്ഞ് ധ്രുവ് അവിടേക്ക് പോയി. അവൻ്റെ പിന്നാലെ തന്നെ ദേവുവും പോയി. ഹാളിലെത്തിയ ദേവുവിനെയും ധ്രുവനെയും ഞെട്ടിച്ചുകൊണ്ട് ആദിയും വിന്ദയും ഹാളിൽ സോഫയിൽ ഇരിപ്പുണ്ട്. വിന്ദയുടെ അടുത്തിരിക്കുന്ന ബാഗ് കണ്ടതോടെ ഒരു കാര്യം ദേവുവിനും ധ്രുവനും പിടികിട്ടി. അവർ മീനുവിനെയും സ്റ്റാലിനെയും നോക്കി. അവർ രണ്ടാളും ഞെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇതെന്താ എന്ന് ചോദിക്കുന്നില്ല. എന്ത് പറ്റിയതാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം, ധ്രുവ് പറഞ്ഞു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മിത്രയുമായി ഇങ്ങോട്ട് വരേണ്ടി വന്നു, ആദി പറഞ്ഞു. ആ സാഹചര്യം നീ പറ മോനെ, സ്റ്റാലിൻ പറഞ്ഞു. ഞാൻ മിത്രയെ കൊണ്ടുചെന്നാക്കിയത് ഇവളുടെ അമ്മ കണ്ടു. പിന്നെ അവിടെ ഒരു അംഗമായിരുന്നു. ഇവളെ ഇനി നീ കാണാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അതിനിടെ എൻ്റെ തന്തയും വന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടെ തൃപ്തിയായല്ലോ. അതിനിടെ മിത്ര പോയി ബാഗ് എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇവളെയായി ഞാൻ ഇങ്ങു പോന്നു. ഇതാണ് സാഹചര്യം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കെട്ടി. ഞാൻ സിംഗിളല്ലേ, എൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവില്ലേ? ആദി പറഞ്ഞു. എല്ലാം ഓക്കെ, പക്ഷേ ഇപ്പോൾ തന്നെ 2 കല്യാണം കഴിഞ്ഞതുകൊണ്ട് വീണ്ടും എല്ലാം സെറ്റാക്കണം, ഡ്രസ്സ് എടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കാത്തിരിക്കുക, എന്നിട്ട് നമുക്ക് കല്യാണം നടത്താം. എന്താ ധ്രുവ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്റ്റാലിൻ പറഞ്ഞു. അതെ ശരിയാണ്, ധ്രുവ പറഞ്ഞു. പക്ഷേ അതുവരെ കുഞ്ഞാറ്റ എവിടെ കിടക്കും? ഇവിടെ ആകെ 4 മുറികളിലാണ് ബെഡുള്ളത്. അതിലൊന്ന് ഞങ്ങളുടെയും, ഒന്ന് ഏട്ടൻ്റെയും, മറ്റേത് ദേവുവിൻ്റെയും, വേറെ ആദിയേട്ടൻ്റേതുമാണ്. കല്യാണത്തിന് മുന്നേ ഇവരെ ഒരുമിച്ച് കിടത്താൻ പറ്റുമോ? വിന്ദ സ്റ്റാലിനെയും ദേവുവിനെയും ധ്രുവനെയും നോക്കി പറഞ്ഞു. അത് വേണ്ട, കല്യാണത്തിന് മുന്നേ ഒരുമിച്ച് കിടത്തിക്കഴിഞ്ഞാൽ താലികെട്ടിന് മുന്നേ പ്രസവം എടുക്കേണ്ടി വരും, ധ്രുവ് പറഞ്ഞു. സത്യം. അതുകൊണ്ട് മോളെ ദേവു, നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കണം. നീ ഇപ്പോൾ ഉള്ള റൂമിൽ കുഞ്ഞാറ്റ കിടന്നോട്ടെ, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ ഒന്നും മിണ്ടാതെ നിന്ന ദേവു ഞെട്ടിപ്പോയി. അവൾ ധ്രുവനെ നോക്കി. അവനൊന്നും അറിയാത്തതുപോലെ നിന്നു. അത് പിന്നെ ദേവു ഒന്നും മടിച്ചു. കുഞ്ഞാറ്റ കിടന്നോട്ടെ ദേവു, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് അവിടെ കിടക്കാമല്ലോ അല്ലേ ഇച്ചായ? മീനു പറഞ്ഞു. അതെന്നെ, സ്റ്റാലിനും പറഞ്ഞു. ഞാൻ ശിവേട്ടൻ്റെ കൂടെ കിടന്നോളാം, ഒരേ ഒരാഴ്ച. അത് കഴിഞ്ഞാൽ എനിക്ക് ആ റൂം വേണം. പിന്നെ കുഞ്ഞാറ്റെ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ എന്നോട് ഒന്ന് വന്ന് മിണ്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സോറി ഡി, ദേവു പറഞ്ഞു. അതിന് കുഞ്ഞാറ്റ ഓടി വന്ന് ദേവുവിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. ഞാനല്ലേ സോറി പറയേണ്ടത്? സോറി ദേവു, ഞാൻ അത് വേണമെന്ന് വെച്ചുകൊണ്ട് പറയാതെ ഇരുന്നതല്ല. ദേവേട്ടൻ പറഞ്ഞു പറയണ്ട എന്ന്, അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയാഞ്ഞ്, വിന്ദ പറഞ്ഞു. സാരില്ല, ദേവു പറഞ്ഞു. ധ്രുവേട്ടാ, ദേവുവിനെ ഇടാൻ ഡ്രസ്സൊന്നുമില്ല, ചെന്നിട്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക അവൾക്ക്, മീനു പറഞ്ഞു. ഇപ്പോൾ തന്നെ പോണോ മോളെ? ധ്രുവ് പറഞ്ഞു. വേണം. ദേവു നീ കൂടെ ചെല്ല്, പോ, മീനു പറഞ്ഞു. ദേവു ഒന്ന് മൂളി. ധ്രുവ് ആദിയെയും സ്റ്റാലിനെയും നോക്കിക്കൊണ്ട് മുന്നിൽ നടന്നു. ദേവു മീനുവിനെയും ബിന്ദുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് ധ്രുവന് പിന്നാലെ ചെന്നു. ധ്രുവ് ബൈക്കിൻ്റെ കീ എടുത്തുകൊണ്ട് ബൈക്ക് ഓണാക്കി ബൈക്കിൽ കയറിയിരുന്നു. ഇതിലാണോ പോകുന്നത്? ദേവു ചോദിച്ചു. അതെ, ഇതിൽ തന്നെയാണ് പോകുന്നത്. നീ വേണേൽ വന്നാൽ മതി, ധ്രുവ് പറഞ്ഞു. അഹങ്കാരൻ, ദേവു പിറുപിറുത്തുകൊണ്ട്
ധ്രുവൻ്റെ പുറകിൽ കയറിയിരുന്നു. ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ധ്രുവ് വണ്ടി സ്പീഡിൽ പറപ്പിച്ചു വിട്ടു. ധ്രുവ് ദേവുവിൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. എന്നാൽ അവളത് കൃത്രിമമായി മറച്ചു. "നീയെന്താ മീനു അങ്ങനെ പറഞ്ഞേ? വിന്ധ്യയ്ക്കും ദേവുവിനും കൂടെ ഒരുമിച്ച് കിടക്കാലോ?" സ്റ്റാലിൻ പറഞ്ഞു. "പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവർ ഇങ്ങനെ വേറെ മാറി കിടക്കുന്നത് എങ്ങനെയാ? ദേവുവിനെ ഏട്ടനോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ദേവു ഞാൻ പറഞ്ഞതിന് എതിരൊന്നും പറയാഞ്ഞ്. ആദിയേട്ടൻ എന്തായാലും നല്ല സമയത്താ വന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞേ." മീനു പറഞ്ഞു. "നീ ബുദ്ധിമതി തന്നെ മീനു മോളെ." ആദി പറഞ്ഞു. "അതെ, അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം." മീനു പറഞ്ഞു. "ആഹാ, എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. നന്നായി അത്, അല്ലേ ആദി?" സ്റ്റാലിൻ പറഞ്ഞു. "അതെ, വളരെ നന്നായി." ആദിയും പറഞ്ഞു. "കുഞ്ഞാറ്റെ, നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഡ്രസ്സെല്ലാം കൊണ്ടുവയ്ക്ക്." മീനു പറഞ്ഞു. "ഓക്കെ." കുഞ്ഞാറ്റ ബാഗുമായി പോയി. "ഫുഡ് എപ്പോഴാ വരാ ഇച്ചായ?" മീനു ചോദിച്ചു. "അതിപ്പോൾ വരും." സ്റ്റാലിൻ പറഞ്ഞു. "ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ." ആദി പറഞ്ഞു. ചെല്ല്." മീനു പറഞ്ഞു. ആദി അവിടെ നിന്നും പോയതും സ്റ്റാലിൻ മീനുവിനെ ചേർത്ത് പിടിച്ചു. മീനു ഞെട്ടിക്കൊണ്ട് സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. "ഇച്ചായ വിട്ടേ." മീനു പറഞ്ഞു. "വിടത്തില്ല." എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. "ആ." മീനൊന്ന് പുളഞ്ഞു. സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് അവിടെയാകെ ചുംബിച്ചുകൊണ്ട് അവളെ ചെവിയിൽ കടിച്ചു. "ഇച്ചാ." മീനു വിളിച്ചു. മീനു." സ്റ്റാലിൻ അവളെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയിരുന്നു. സ്റ്റാലിനും മീനുവും വാതിലിലേക്ക് നോക്കി. "വാ, പോയി നോക്കാം." എന്ന് പറഞ്ഞ് സ്റ്റാലിൻ മീനുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഡോറിലേക്ക് നടന്നു. സ്റ്റാലിനും മീനുവും കൂടെ പോയി ഡോർ തുറന്നു. മുന്നിലുണ്ടായിരുന്നത് ഡെലിവറി ബോയ് ആയിരുന്നു. "സാർ, ഫുഡ്." അയാൾ പറഞ്ഞു. "ഓക്കെ." സ്റ്റാലിൻ ഫുഡ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ അവിടെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്നും പോയി. സ്റ്റാലിൻ ഫുഡായി അകത്തേക്ക് നടന്നു. മീനു വാതിൽ അടച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു. അവിടെ സ്റ്റാലിൻ ടേബിളിൽ ഫുഡെല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. മീനു അവൻ്റെ അടുത്തുള്ള കസാരയിൽ ചെന്ന് ഇരുന്നു കൊണ്ട് സ്റ്റാലിനെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് വീഴുന്ന മുടിയിഴകളും പുരുകത്തിൽ കാണുന്ന കുഞ്ഞു വെട്ടും ആ മീശയും അവൾ നോക്കി. ഫുഡ് ഒതുക്കി വെക്കുന്നതിനിടെ സ്റ്റാലിൻ മീനുവിനെ ഒന്ന് നോക്കി. തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് സ്റ്റാലിൻ ഒന്ന് പുഞ്ചിരിച്ചു. അത് അവളുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നു. മീനു ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. "ഇച്ചായ." എന്ന് പറഞ്ഞ് അവൾ സ്റ്റാലിൻ്റെ മുന്നിൽ കയറി നിന്നു. സ്റ്റാലിൻ ഫുഡ് ഒതുക്കി വെക്കുന്നത് നിർത്തി മീനുവിനെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. മീനു കാൽവിരൽ കുത്തി ഉയർന്നുകൊണ്ട് സ്റ്റാലിൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. സ്റ്റാലിൻ മീനുവിൻ്റെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് മീനുവിനെ എടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് ഇരുത്തി. മീനു സ്റ്റാലിൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് നെറ്റിയിൽ ഒന്ന് മെല്ലെ ചുംബിച്ചു. സ്റ്റാലിൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ അമർന്നു പോയി. അവൻ മീനുവിൻ്റെ നെറ്റിയിൽ നിന്ന് തൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. അവളുടെ പുരികത്തിനും കണ്ണിനും മൂക്കിലും കവിളിലും ചുണ്ടിലും അങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. മീനുവിൻ്റെ മുഖത്തെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് സ്റ്റാലിൻ അവളുടെ കീഴ്ചുണ്ടിൽ അമർത്തിക്കടിച്ചു. മീനു സ്റ്റാലിൻ്റെ മേൽചുണ്ടിനെ നുണയാൻ തുടങ്ങി. അവൻ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചു നുണഞ്ഞു. മീനുവിൻ്റെ കൈ സ്റ്റാലിൻ്റെ പിൻതലയിലൂടെ തഴുകി ഒരു മൃദുലതയോടെ ഇറങ്ങി. സ്റ്റാലിൻ്റെ കൈ മീനുവിൻ്റെ പിൻകഴുത്തിൽ അമർന്നു. ചുംബനത്തിനൊടുവിൽ സ്റ്റാലിൻ മീനുവിനെ ഇറുക്കിയായി കെട്ടിപ്പിടിച്ചു. മീനു സ്റ്റാലിനെയും അവൾ സ്റ്റാലിൻ്റെ കഴുത്തിൽ മുഖം വെച്ചുകൊണ്ട് ടേബിളിൽ അങ്ങനെ ഇരുന്നു. "ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് മീനു. നീ താങ്ങുവോ?" അവളുടെ ചെവിയിൽ ചുംബിച്ചുകൊണ്ട് സ്റ്റാലിൻ മെല്ലെ ചോദിച്ചു. "അറിയില്ല, എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്." മീനു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. "ആണോ കൊച്ചേ?" സ്റ്റാലിൻ പറഞ്ഞു. "അതെ ഇച്ചേ." മീനു പറഞ്ഞു. "ഇതൊക്കെ അപ്പ കണ്ടാ മതി." സ്റ്റാലിൻ പറഞ്ഞു. "ഇച്ചേ, അങ്ങനെ പറയല്ലേ." മീനു പറഞ്ഞു. "ആണോ? ഞാൻ പറയുന്നില്ല." സ്റ്റാലിൻ പറഞ്ഞു. "എന്നെ താഴെ ഇറക്കിത്താ." മീനു പറഞ്ഞു. "ആ, ഇങ്ങു വാ." എന്ന് പറഞ്ഞ് സ്റ്റാലിൻ മീനുവിൻ്റെ ആ ചുണ്ടിൽ നിന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് മീനുവിനെ ടേബിളിൽ നിന്നും ഇറക്കി. മീനു ചിരിച്ചുകൊണ്ട് സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചു. സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് സ്റ്റാലിൻ മീനുവിനെ ചേർത്ത് പിടിച്ചു. ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ ധ്രുവൻ്റെ ബൈക്ക് വന്ന് നിന്നു. ദേവു ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി. ധ്രുവ് ബൈക്കിൽ നിന്നും ഇറങ്ങി സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് ബൈക്ക് ലോക്ക് ചെയ്ത് ദേവുവിൻ്റെ അടുത്ത് ചെന്നു. "അതെ, ഈ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി നിൻ്റെ കൈയോ കാലോ ഒടിഞ്ഞാൽ നിൻ്റെ തന്ത വന്ന് കൊണ്ടുപോവില്ല. സൂക്ഷിച്ച് നടന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഈ കടയിൽ വിട്ടിട്ട് ഞാൻ പോകും." ധ്രുവ് പറഞ്ഞു. ദേവു പുച്ഛത്തിൽ ഒന്ന് കനപ്പിച്ചു മൂളി. ധ്രുവ് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഷോപ്പിലേക്ക് കയറി. ദേവുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. "വെൽക്കം ടു ദിസ് ഷോപ്പ്. വാട്ട് ഡു യു നീഡ് സർ ആൻഡ് മാം?" ആ ഷോപ്പിലെ ഒരു സ്റ്റാഫ് ഗേൾ വന്ന് ചോദിച്ചു. "എനിക്ക് പലാസോ പാൻറ്, അതുപോലെ ബനിയനാണ് വേണ്ടത്." ദേവു പറഞ്ഞു. "അത് അവിടെയാണ് മാഡം." ആ സ്റ്റാഫ് പറഞ്ഞു. "വാ." ധ്രുവ് അവളുടെ കൈ പിടിച്ച് ആ സ്റ്റാഫ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് ദേവു അവൾക്ക് ആവശ്യമുള്ള എല്ലാതും വാങ്ങിക്കൊണ്ടിരുന്നു. ധ്രുവ് അവിടെ അവളുടെ അടുത്ത് തന്നെ നിന്നിരുന്നു. "ഹേയ് ശിവധ്രുവ്." പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് വന്നത്. ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്ന ദേവു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ധ്രുവും അവളെ കണ്ട് ഞെട്ടിയിരുന്നു. "ഹേയ് അന്ന, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ?"
ധ്രുവ് ചോദിച്ചു. ഒന്നും പറയണ്ട മാൻ, ഞാനിപ്പോൾ ഇവിടെയാ. ഇതെൻ്റെ കടയാ. ഡാഡി എൻ്റെ പേരിലാക്കി. പിന്നെ ഡാഡി നിന്നെക്കുറിച്ച് പറയാറുണ്ട്. നീ വീട്ടിലൊന്ന് വരാറ് പോലുമില്ലല്ലോ, അന്ന പറഞ്ഞു. ആ, ജോസാർ പറഞ്ഞിരുന്നു, ധ്രുവ് പറഞ്ഞു. അതിരിക്കട്ടെ, നീ എന്താ ഇവിടെ, അതും ഈ സെക്ഷൻ ഭാഗത്ത്? അന്ന ചോദിച്ചു. ഓ സോറി, പറയാൻ മറന്നു. ഇതെൻ്റെ ഭാര്യ ദേവാഞ്ജലി. ഇന്നാണ് കല്യാണം കഴിഞ്ഞത്, ധ്രുവ് പറഞ്ഞു. വാട്ട്, നിന്റെ കല്യാണം കഴിഞ്ഞോ? അന്ന ഞെട്ടി. കഴിഞ്ഞു, ഇന്നായിരുന്നു. ആരോടും പറഞ്ഞില്ല. പെട്ടെന്നുള്ള ഒരു ലവ് മാരേജ് ആയിരുന്നു, ധ്രുവ് പറഞ്ഞു. എന്നാൽ ഈ സാഹസമൊക്കെ കേട്ട് കിളി പോയി ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ദേവു. ലവ്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നല്ലടാ. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? അന്ന പറഞ്ഞു. സത്യമാണ് അല്ലേ അഞ്ജു? അവിടെ നിന്ന് ദേവുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു. ദേവു ഒന്ന് മൂളി. ദേവാഞ്ജലി, നിനക്കറിയോ, ഞാനടക്കമുള്ള ഒരു പെൺപട തന്നെ ഇവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. എന്നെ ഡാഡി ഇവൻ്റെ സീനിയർ പോലീസാണ്. അതുകൊണ്ടാണ് ഞാനും ഇവനും പരിചയം, അന്ന പറഞ്ഞു. ദേവു ധ്രുവനെ ഒന്ന് നോക്കി. അവൻ ദേവുവിനെ നോക്കിക്കൊണ്ട് അന്നയെ നോക്കി ചിരിച്ചു. ദേവുവിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അവൾ ഒന്നുകൂടി ധ്രുവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ഡാ. എന്നാൽ ഞാൻ പോവാണ് കേട്ടോ, കാണാം, അന്ന പറഞ്ഞു. ഓക്കെ, ധ്രുവ് പറഞ്ഞു. അതോടെ അന്ന അവിടെ നിന്നും പോയി. ദേവു ധ്രുവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നേ? ധ്രുവ് ചോദിച്ചു. എന്നോട് മാത്രമേ ഇങ്ങനെ വീർത്ത മോന്തായം വെച്ചിട്ട് സംസാരിക്കാറുള്ളൂ അല്ലേ? ദേവു ചോദിച്ചു. അതെ. അതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ധ്രുവ് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ച് ദേവുവിനോട് ചോദിച്ചു. എനിക്കൊരു കുഴപ്പവുമില്ല, ദേവു പറഞ്ഞു. അതാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തില്ലേ? ഇനി എന്താ വേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക്? ധ്രുവ് ചോദിച്ചു. ഫാൻസി ഐറ്റംസ്, ദേവു പറഞ്ഞു. വാ, ആദ്യം ഡ്രസ്സെല്ലാം ബിൽ ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പോകാം, വാ, ധ്രുവ് പറഞ്ഞു. ദേവു ധ്രുവനിൽ നിന്നും മാറിക്കൊണ്ട് പറഞ്ഞു. ധ്രുവ് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബില്ലടിക്കുന്ന കൗണ്ടറിലേക്ക് ചെന്നു. അവിടെ അവൾ കൊടുത്ത ഡ്രസ്സെല്ലാം പാക്കായി കവറിലാക്കി കൊടുത്തു. ധ്രുവ് അവൾ വാങ്ങിയ ഡ്രസ്സിൻ്റെ എല്ലാം ബില്ലടച്ചുകൊണ്ട് മുന്നിൽ നടന്നു. ദേവു ആ കവറെല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ കൂടെ അവളും നടന്നു. പിന്നെ അവർ രണ്ടുപേരും ചെന്നത് ആ ടെക്സ്റ്റൈൽസിന് അടുത്തുള്ള ഒരു ഫാൻസി കടയിലേക്കാണ്. അവിടെ നിന്നും ദേവുവിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. ആദിയും വിന്ദയും ഫ്രഷായി വരുമ്പോഴേക്കും മീനും സ്റ്റാലിനും ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ധ്രുവനും ദേവുവും വന്നിരുന്നു. ദേവു ധ്രുവനും ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. എല്ലാം വാങ്ങിയോ ദേവു? മീനു ചോദിച്ചു. എല്ലാം വാങ്ങി. ഞാൻ ഇതൊന്ന് കൊണ്ട് വെക്കട്ടെ ട്ടോ മീനു, ദേവു പറഞ്ഞു. ആ, വേഗം വാ, നമുക്ക് കഴിക്കാനിരിക്കാം കേട്ടോ. ദേവു ഏട്ടാ, പോയി കൈ കഴുകി വാ, മീനു പറഞ്ഞു. ശരി, ധ്രുവ് ഒന്ന് മൂളി. ദേവു എല്ലാ സാധനങ്ങളും എടുത്ത് മുകളിലേക്ക് പോയി. എന്നാൽ ദേവുവിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലായിരുന്നു. എന്താടാ ദേവുവിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോടാ? ആദി ധ്രുവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ആദിയുടെ സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് അന്നയെ കണ്ട് സംസാരിച്ചു, ധ്രുവ് പറഞ്ഞു. ഏത്, DGP ജോസാറിൻ്റെ മകൾ അന്നയോ? ആദി ചോദിച്ചു. ആ, ജോസാർ ഇപ്പോൾ ആളുടെ ഷോപ്പ് അന്നയ്ക്ക് എഴുതി കൊടുത്തു, അങ്ങനെയാ കണ്ടത്. അതിനാണ്, ധ്രുവ് അവിടെയുള്ള കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് പറഞ്ഞതും ആദി ചിരിച്ചു. എന്താടാ കാര്യം? സ്റ്റാലിൻ ചോദിച്ചു. നിനക്കറിയോ അന്നയെ? ആ ജോസ് സാറിൻ്റെ മോളാണ്, മോഡലാണ്, ആദി പറഞ്ഞു. ആ, എനിക്കറിയാം, അന്ന ജോസ് അല്ലേ? അവൾ എൻ്റെ കമ്പനിയിലെ സ്പെഷ്യൽ മോഡൽ ഗേളായിരുന്നു. അവൾ കുറേ എൻ്റെ പുറകെ നടന്നതാ, ഒരു കിടിലനായ സ്റ്റാലിൻ പറയാൻ വന്നതും ധ്രുവ് തടഞ്ഞു. ആദി കണ്ണുകൊണ്ട് പിന്നിലേക്ക് നോക്കാൻ ആംഗ്യം ഒരു വട്ടം കാണിച്ചു കൊടുത്തു. അതോടെ സ്റ്റാലിൻ ഇടം കണ്ണിട്ട് മെല്ലെ പിന്നിലേക്കൊന്ന് നോക്കി. അവിടെ മീനു നിൽപ്പുണ്ടായിരുന്നു. മീനു, നീ എന്താ ഇരിക്കാത്തേ? കൊച്ചേ, ഇരിക്കും മീനൂട്ടി എന്ന് പറഞ്ഞ് സ്റ്റാലിൻ മീനുവിനെ അടുത്ത് ചെയറിൽ പിടിച്ചിരുത്തി. വിന്ദ ചെന്ന് ആദിയുടെ അടുത്തിരുന്നു. ധ്രുവൻ്റെയും ആദിയുടെയും മുഖത്ത് ഒരു കളിയാക്കൽ ചിരി വന്നു. അവളൊരു കിടിലൻ, ബാക്കി പറഞ്ഞില്ലല്ലോ ഇച്ചായെ? പറയ്, മീനു പറഞ്ഞു. അവളൊരു ചീത്ത പെണ്ണായിരുന്നു എന്നാ പറയാനായി വന്നത് മീനുമോളെ, ധ്രുവ് പറഞ്ഞു. ആണോ? മീനു ചോദിച്ചു. അതേ മീനൂട്ടി, അവളൊരു ചീത്ത പെണ്ണാ, ഞങ്ങൾക്ക് അവളുടെ സ്വഭാവം അറിയാം, ആദി പറഞ്ഞു. അതോടെ മീനു ഒന്ന് മൂളി. സ്റ്റാലിൻ നന്ദിയോടെ അവൻ്റെ രണ്ട് അളിയന്മാരെയും ഒരു നിമിഷം നോക്കിപ്പോയി. ഇതൊക്കെ എന്ത് എന്ന ഭാവമായിരുന്നു അപ്പോൾ ആദിക്കും ധ്രുവനും.